ഒരെണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ $2.50, അതായത് $2.50. രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ $1.50. അപ്പോൾ അതല്ലേ ലാഭം. ഈ വെള്ള സ്പോട്ടിൽ എത്തിയിട്ട് നമ്മൾ ന്യൂട്രൽ ഇട്ടുമ്പോൾ വണ്ടി ഇങ്ങനെ പോണ പോലെ തോന്നും. ഇവിടെ നാട്ടിൻ്റെ പോലെ ഇപ്പൊ ശ്രീലക്ഷ്മി, സെന്റ് മേരീസ് അങ്ങനെ ബസ്സിന് പേരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നോക്കതേ വണ്ടി തന്നെ പോണേ, അവരൊന്നും ചെയ്യണില്ല. ഇത് പറയണത് വണ്ടി തന്നെ പോകുന്നതാണ്. കണ്ടോ, മാഗ്നറ്റിക് ഇതും കൊണ്ട് തന്നെ വണ്ടി പോകാൻ. നമ്മൾ സ്റ്റിയറിംഗുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാൽ മതി. മൂസിന്റെ കൊമ്പ്, മൂസ് എന്ന ആനിമലിന്റെ കൊമ്പാണത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്ന് പല വഴിക്കാണ്. അപ്പോൾ ഞാൻ ആകെ ഒറ്റയ്ക്ക് ഇരുന്ന് നെഗ്ഗടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് ഞങ്ങൾക്കൊരു നെയ്ബർഹുഡ് പ്രൊവിൻസ് ഉണ്ട്. 12:20 ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4:20 ന്യൂ ബ്രോൺസിക്കിലെത്തും. അപ്പോൾ ഓരോന്ന് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സോളോ ട്രിപ്പ്. അതെ, ആദ്യമായിട്ട് ഇവിടുത്തെ ബസ്സിന് പോകണം. കണ്ടോ, മാരിടൈം ബസ്. ഇതാണ് സ്റ്റോപ്പ്, ബസ് ടെർമിനൽ. ഇവിടെ എന്നെ പോലെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പൊളിച്ചിട്ട് തരാം. എൻ്റെ പെട്ടിയും കുട്ടിയൊക്കെ ഞാൻ എടുക്കട്ടെ. ബൈ ബൈട്ടാ, കാണാം. ഞാൻ ഈ പെട്ടിയൊക്കെ എവിടെയെങ്കിലും ഒന്ന് തമ്പടിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ കയറി ചോദിക്കാൻ ഓർത്തി ഇവരുടെ അടുത്ത് ഇങ്ങനെ ടിക്കറ്റിൻ്റെ കാര്യം. ഗൈസ്, ഞാൻ ചോദിച്ചു ഇവരുടെ അടുത്ത്. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറയണത് ബസ്സിൽ കയറുമ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് നമ്മൾ ടിക്കറ്റ് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ വെരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ID കാർഡ് ചോദിക്കും. അപ്പോൾ ID കാർഡ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഏത് ബസ് എന്ത് ബസ് എന്നൊന്നും അറിയില്ല. ഇവിടെ നാട്ടിൻ്റെ പോലെ ഇപ്പോൾ ശ്രീലക്ഷ്മി, സെൻറ്റ് മേരീസ് അങ്ങനെ ബസ്സിന് പേരൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ മാരിടൈം ബസ്. എനിക്കറിയില്ല വല്ല ബസ് നമ്പർ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വെച്ചു ഇനി ഫസ്റ്റ് വന്ന ബസ്സിന് ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കാം, ഇത് മോങ്ടണിലേക്കുള്ളതാണോ എന്ന് ചോദിക്കും. ഞാൻ ആണെന്ന് പറയുകയാണെങ്കിൽ അത് കയറിയിരിക്കും, ഒന്നും നോക്കില്ല, ടിക്കറ്റും കാണിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബസ് വന്നത് നമുക്ക് കാണാം. ഇവിടെ എന്നെ പോലെ കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല, ആദ്യമായിട്ട് ഞാൻ പോകണതൊക്കെ. ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകാനുണ്ട്. നാട്ടിൽ ബസ്സൊക്കെ പിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒറ്റയ്ക്ക് ബസ്സിനൊക്കെ ആദ്യമായിട്ടാണ്. നമ്മളിങ്ങനെ ഇറങ്ങുക. നമ്മൾ സന്ദർഭമൊക്കെ ഉണ്ടാക്കിയിട്ട് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം നടത്താമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാശൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും എൻജോയ് ചെയ്യാന്നോർത്ത്, യാത്രയൊക്കെ ചെയ്യാന്നോർത്ത്, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ബസ്സിലൊക്കെ കയറി എങ്ങനെയാണ് ഇവിടുത്തെ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. 4 ആൾക്കാർ ഇപ്പോൾ ചോദിക്കുക ഇവിടുത്തെ ബസ്സിൽ കയറിയിട്ടുണ്ടോ, അങ്ങനെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നമ്മളിവിടെ ജീവിച്ചിട്ട് ബസ്സിൽ കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്താ പോലെയല്ലേ. അപ്പോൾ ഞാനങ്ങനെ ഓർത്ത് ഒരു എക്സ്പീരിയൻസും എല്ലാവർക്കും. ഇപ്പോൾ എനിക്കറിയില്ല, എനിക്കങ്ങനെ പറഞ്ഞാൽ ആരൊന്നുമില്ല. കയറിയവരുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ഒന്നും പറയാറുണ്ട്. പക്ഷേ പറഞ്ഞൊക്കെ തന്നു എനിക്ക് ഏതൊക്കെയാന്നൊക്കെ. പക്ഷേ അത് എനിക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് അതനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പം ഞാൻ ബസ് കയറി ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ എങ്ങനെയാണ് നമുക്ക്. ഈ ബസ് സ്റ്റോപ്പും എയർപോർട്ടും എല്ലാം ഭയങ്കര സങ്കടവും സന്തോഷവും മിക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചിലവർ വന്ന് സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തേക്ക് വന്നിറങ്ങണേൻ്റെ, ബന്ധുക്കളെല്ലാവരും കാണണേൻ്റെ സന്തോഷം. ചിലവർ അവരൊക്കെ വിട്ടിട്ട് പോകണേൻ്റെ, ജോലിക്കായിട്ടും ഓരോരോ കാര്യങ്ങൾക്ക് പോകണേൻ്റെ വിഷമം. ഒരു മിക്സ്ഡ് ഇമോഷൻസ് ഉള്ളൊരു സ്ഥലമാണ് ഈ ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും എല്ലാം. ഒരു മിക്സ്ഡ് ഇമോഷൻസിൻ്റെ സ്ഥലമാണ്. ഒരു നല്ല ഫീൽ. അതായത് നമ്മുടെ ബസ് അവിടെ നിന്ന് വരണത് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, കാണിച്ചു തരാം. ഇതാ വന്നതാണ് നമ്മുടെ ബസ്, ഈ വന്നതാണ് നമ്മുടെ ബസ് എന്ന് തോന്നണേ. ഞാൻ നോക്കട്ടെ, അവരുടെ അടുത്തൊന്ന് ചോദിക്കണം എങ്ങനെയാ നമുക്ക്. ഇതാണ് നമ്മുടെ ബസ്. ഞാൻ എങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് ബസ് ഇനി അങ്ങനെ കറങ്ങിയാണെന്ന് തോന്നുന്നു വന്നതൊക്കെ. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് 3 മിനിറ്റ് ഉള്ളൂ കേട്ടോ. 3 മിനിറ്റ് ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക്. കാറിന് നടക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ബസ് വരും, എല്ലാവരും ഇങ്ങനെ പോവുകയാണ്. ഞാനിവിടെ നിൽക്കുക. ഈ ചേട്ടൻ എന്നെ പോലെ തന്നെ, ഈ ചേട്ടനും ആദ്യമായിട്ട് പോകണം. ഞാൻ ആദ്യം ഇവിടെ വന്ന് പരിചയപ്പെട്ടിരുന്നു. ആ ചേട്ടന് വലിയ പിടുത്തൊന്നുമില്ല, ആദ്യമായിട്ടാന്നൊക്കെയാണ് പറയണത്. എനിക്കറിയില്ല, ആ ചേട്ടനും അറിയില്ല. ചോദിച്ചു പോവാം. നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ചു പോവാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊരു ബസ് വന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ പുള്ളിയുടെ അടുത്ത്. മോങ്ടണിലേക്കാണോ എന്താണെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ഡ്രൈവറിൻ്റെ സീറ്റ്. എന്നെ പോലെ കുറേ പേരുണ്ട്. എല്ലാ സീറ്റിലും ആൾക്കാരുണ്ട്. ഞാനൊരു ബാക്കിലായിട്ട് ഇരിക്കാൻ തോർത്തത് കുറേ പേരുണ്ട്. കണ്ടോ, നല്ലതാണ്, സെറ്റാണ്. ഇതിൻ്റെ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇതാണ് വാഷ്റൂം. എത്ര നീറ്റാണ്
ആയിരുന്നു, എങ്ങനെയെങ്കിലും എത്തണം, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം, അങ്ങനെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ആ KSRTC യാത്രയും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി മിസ് ചെയ്യുന്നത്. എത്രയും പ്രഷ്യസ് ആയിരുന്നു ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഗൈസ്, എനിക്ക് നമ്പർ 1 പോകണമെന്ന് തോന്നി. ഞാൻ കുറേ നേരം പിടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റുള്ള അപ്പോൾ ഞാൻ പോകാമെന്ന് ഓർത്തു. മടിയായിരുന്നു എനിക്ക് പോകാനായിട്ട്, പക്ഷെ ചെന്നു. അമേസിങ്. ബാത്റൂം നല്ല ക്ലീനൊക്കെ ആയിരുന്നു. ബാത്റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, ദാറ്റ്സ് ഇറ്റ്. ഒരു നാപ്കിൻ വെച്ചിട്ടുണ്ട്, ഒരു ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ക നമ്മൾ ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഷേക്കിങ്ങും പേടിച്ചൊക്കെ ഇരിക്കണതില്ല. സെറ്റപ്പ് അതൊക്കെ തന്നെ, പക്ഷെ നല്ല നീറ്റാണ്, നല്ല വൃത്തിയുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊല്ലുമ്പോൾ നമുക്ക് ഇച്ചിരി പേടിക്കും, പക്ഷേ കുഴപ്പമില്ല, ഒരു സമാധാനം. നൈസാണ്. എനിക്ക് ആകെ പോകണം വേണ്ടെന്നുള്ളതായിരുന്നു, പക്ഷെ നൈസായിരുന്നു. നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഐ ലവ് ഇറ്റ്. നമ്മളിവിടെ ടോള് കൊടുക്കണം. ബസ്സുകൾക്കൊന്നും ടോളില്ല, ആസ് യൂഷ്വൽ എല്ലായിടത്തും. പക്ഷേ ഇങ്ങനെ നമ്മൾ ന്യൂബ്രോൺസിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നോവാസ്കോഷ്യന്ന് പോകുമ്പോഴും ടോളില്ല എന്ന് തോന്നുന്നു. ഇത് തോന്നുന്നു എനിക്ക് നോവാസ്കോഷ്യയുടെ ടോളാണെന്ന് തോന്നുന്നു. നോവാസ്കോഷ്യ അല്ലാണ്ട് വേറെ ഏത് വണ്ടികൾ ഇത് കൂടെ കടന്നു പോയാലും ടോള് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷേ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണത്. എല്ലാവർക്കും ബോർഡർ വിട്ട് പോകണം, എല്ലാവർക്കും കൊടുക്കണോ അതോ നോവാസ്കോഷ്യ എന്നുള്ളവർക്ക് കൊടുക്കണ്ട ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കണോ അതെനിക്കറിയത്തില്ല. നോവാസ്കോഷ്യ രജിസ്ട്രേഷൻ ആണെങ്കിൽ കൊടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കൊരു 10 minutes തന്നിട്ടുണ്ട്. 10 minutes പോകണമെങ്കിൽ വാഷ്റൂമിൽ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് സ്റ്റേഷൻ നിർത്തുന്നത്, ഒരു ഗ്യാസ് സ്റ്റേഷനാണ് ഞാൻ കാണിച്ചത്. ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയേക്കാണ്. നമുക്ക് 10 minutes റിഫ്രഷ് ഒക്കെ ആവണമെങ്കിൽ പോകാമെന്നാണ് പറയുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ ഗ്യാസ് സ്റ്റേഷനിൽ അതൊരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ലേസോ അറ്റ്ലീസ്റ്റ് ഒരു സ്നിക്കേഴ്സോ എന്തെങ്കിലും വാങ്ങാമെന്ന് ഓർത്തു. എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരവിടെ ഉണ്ട്. അതിലൊരാളെ എനിക്ക് കിട്ടും. അപ്പോൾ ആളെയും കൊണ്ട് അവിടുത്തെ മോളിലൊക്കെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ അവർ വഴിയായിട്ടൊരു ഹോട്ടൽ റൂം, അവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ഹോട്ടൽ റൂം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാമെന്ന് ഓർത്തു. ഇതാണ് കൺവീനിയൻസ് സ്റ്റോറിൻ്റെ ഉൾവശം. ഞാനൊരു മിഠായി എന്തെങ്കിലും എടുക്കണമല്ലോ. അതെ തന്നെ നമ്മുടെ സ്നേക്കേഴ്സ് വേണ്ട, തൊണ്ട ഒട്ടും. അതെന്തിപ്പോൾ കഴിക്കുക? ഡോറിറ്റോസൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കഴിച്ചാൽ എരിഞ്ഞിട്ടും ഉണ്ടാവില്ല. ഐ തിങ്ക് സ്നിക്കേഴ്സ് എടുക്കാമെന്നാണ്. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം എനിക്ക്. ഡയറി മിൽക്കൊക്കെ തിന്നാനുള്ളൊരു മൂഡില്ല. അപ്പോൾ ലെറ്റ് മീ തിങ്ക്. യെസ്, ഞാനൊരു സ്നീക്കേഴ്സിനെടുത്തു ഗൈസ്. ഇനി ക്യൂ നിൽക്കട്ടെ, ഒരു മിഠായി പേ ചെയ്യണ ക്യൂവിൽ ഇനി നിൽക്കട്ടെ. ഈ അമ്മച്ചിയാണ് എൻ്റെ കൂടെ കയറിയപ്പോണ്ടായി എന്നോട് വർത്താനൊക്കെ പറഞ്ഞത് ഗൈസ്. അങ്ങനെ ഓഫർ കണ്ട് ഞാൻ വീണു. ഒരെണ്ണം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ $2, ഒരെണ്ണം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ $2.50, അതായത് $2.50. രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ $1.50. അപ്പോൾ അതല്ലേ ലാഭം. അപ്പം ഞാൻ 2 എടുത്തു. പിന്നെ നമ്മുടെ പച്ചലേസ് കണ്ടു. പച്ചലേസ് കാണുമ്പോൾ ഞാനവിടെ നിൽക്കും. ലേസ് ഇഷ്ടമുള്ളവർ കമൻറ്റ് കയറും. ഞാൻ വാങ്ങിച്ചു. 10 മിനിറ്റാണ് നമുക്ക് അലോ ചെയ്ത ടൈം. എല്ലാവരും കയറുക, ഞങ്ങളും കയറുക. ആക്ച്വലി ഡ്രൈവർ വന്ന് എല്ലാവരും കയറി കഴിഞ്ഞിപ്പോൾ എണ്ണം എടുത്തു, മീൻസ് കൗണ്ട് ചെയ്തു എല്ലാവരും തന്നെ ഉണ്ടോന്ന്. പിന്നെ അവിടെ ഇരുന്നിട്ട് പുള്ളിയിൽ അനൗൺസ് ചെയ്ത് ചോദിച്ചു PA-ലേക്കോ, അതായത് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് വേറെ പ്രോവിൻസ് ഞാൻ പറഞ്ഞു അവിടേക്കോ ഉള്ളതോ നോവാസ്കോഷ്യ പോയിന്റ്സിലൊക്കെ ഉള്ള ആരെങ്കിലും മാറി കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2 പ്രാവശ്യം കൺഫേം ചെയ്തു. ന്യൂബ്രോൺസിലേക്ക് തന്നെ പോകണവരല്ലെന്ന് കൺഫേം ചെയ്തു. പിന്നെ നമുക്ക് പറഞ്ഞു തന്നു ഫെഡറിക്ടൺ, സെയിൻറ്റ് ജോൺ അവിടെയൊക്കെ പോകണവർ മൗണ്ടൻ മെയിൻ സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ഈ വണ്ടി തന്നെ ഇരിക്കും. കാരണം ചിലപ്പോൾ ഈ വണ്ടി തന്നെ ആയിരിക്കും, ഡ്രൈവർ ചേഞ്ച് മാത്രമാണ് പറഞ്ഞു. അല്ല ഇനി സസ്കാച്ചുവൻ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകണവർ വേറെ സ്ഥലത്തേക്കൊക്കെ പോകണവരാണെങ്കിൽ മൗണ്ടൻ എയർപോർട്ടിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ലഗേജൊക്കെ എടുക്കണം, അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ നല്ലതാണ് അങ്ങനെ. പിന്നെ അവർ നല്ല മേക്ക് ഷുവർ ചെയ്യണുണ്ട് എല്ലാം കറക്റ്റ് അല്ലേ, എല്ലാവരും ഇല്ലേ എന്നൊക്കെ നോക്കണമൊക്കെ ഉണ്ട്. എണ്ണ കൊടുത്തിട്ട് പോയി. പിന്നെ ലേസ് പൊളി. നമ്മളങ്ങനെ മൗണ്ടൻ എത്തി. മൗണ്ടൻ്റെ മെയിൻ സിറ്റിയിൽ നമ്മളെത്തി. ഇവിടെ മെയിൻ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്, അവിടെ
ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വേർഡ് ഇപ്പോൾ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്രഞ്ചിൽ എഴുതിയിട്ടുണ്ട് കൂടുതലും. മീൻസ് ചില സ്ഥലങ്ങളൊക്കെ എഴുതാറുണ്ട്, പക്ഷേ ഇവിടെ ഒട്ടുമിക്ക ബോർഡുകൾ ഫ്രഞ്ച്. കാരണം കാനഡയിലെ വേറൊരു മെയിൻ ലാംഗ്വേജോടെ ആണല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ടെർമിനലെത്തി. ഇതെല്ലാവരും ലഗേജ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാനും എൻ്റെ ലഗേജ് പോയി പറക്കട്ടെ. ഗൈസ്, അങ്ങനെ നമ്മളിത് കിട്ടി, ബാഗ് കിട്ടി. ഇനി ഞാനൊരു ഊബർ വിളിച്ച് ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. ഗൈസ്, അങ്ങനെ നമ്മൾ മാരിടൈം ടെർമിനലിലെത്തി, ബാഗ് കളക്ട് ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഹോട്ടൽ കിട്ടിയെന്ന്, അവിടേക്ക് പോവാണ്, ഊബറിന് പോവാണ്. അങ്ങനെ ഞാൻ ആ ഹോട്ടലിലേക്ക് പോകണു. ഞാൻ അവിടെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ സ്ഥലത്ത് കറങ്ങാൻ പോകണം. അങ്ങനെ ഒരുപാട് കറങ്ങാനൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ സിറ്റി, ഡൗൺ ടൗൺ എന്നൊക്കെ പറയുന്നത് ഇവിടെ തന്നെയാണ്. പക്ഷെ ഇച്ചിരി വെയിലും കൂടി അറിയിട്ട് ഇത് കൂടെയൊക്കെ നടക്കാമെന്ന് ഓർത്തു. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. നല്ലൊരു സ്ഥലമാണല്ലോ, നല്ല ഡൊമിനിയൻ പബ്ലിക് ബിൽഡിംഗ്, കൊള്ളാം, പഴയ ബിൽഡിംഗാണ്. ഗൈസ്, അങ്ങനെ ഇതാണ് ഞാൻ നിൽക്കാൻ പോണ ഹോട്ടല്, ക്രൗൺ പ്ലാസ. ഇതിവിടെ നമ്മൾ ഊബറിന് വന്നിറങ്ങി. ഇവിടെ ഒരു കല്യാണം നടക്കണമെന്ന് തോന്നുന്നു. കുറേ നല്ല സുന്ദരികളായ കനേഡിയൻസ് ഒക്കെ നല്ല ഫ്രോക്കൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്ത് ഇങ്ങനെ കയറുവാണ്. ഓൾറെഡി ഹോട്ടലിൽ ഞാൻ ചെക്കിംഗ് ഒക്കെ ചെയ്തു. ഞാൻ ഇനി വേറെ ചെക്കിങ് ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെയായിരുന്നു കല്യാണം എന്ന് തോന്നണം കേട്ടോ. ഇവിടെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ ഇതേ നമ്മളിങ്ങനെ നടന്നു വന്നു, അതേ ഇങ്ങനെ പോകണു. കുറേ പേരുണ്ട്. വാവ്, ഇവിടെ ബാർ ആൻഡ് സംഭവങ്ങളാണ്. ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ. കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല ഭംഗിയല്ലേ. നമുക്ക് ലെമണേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലിഫ്റ്റിൽ കയറണം. ഗൈസ്, ദേ നമ്മളെത്തി ഹോട്ടല്. കൊള്ളാമല്ലേ. ഇനി ഞാൻ നോക്കട്ടെ ഇവിടെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഇങ്ങനെയാന്ന്. വാവ്, സിറ്റി വ്യൂ ആണ്. ഇത്രമാതിരി ഫുൾ ബിൽഡിങ്സ് ആണ്. അപ്പോൾ തന്നെ ഒരുപാട് വലിയ കാഴ്ചയൊന്നുമില്ല, പക്ഷെ രാത്രി എന്തെങ്കിലുമൊക്കെ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ ഇതാണ് റൂം, ഇതാണ് വാഷ്റൂം, ചെറിയൊരു വാഷ്റൂം. ഇതൊരു ടി വി ഉണ്ട്, ചെറിയൊരു ടി വി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഹോട്ടലിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഞാൻ ഡ്രസ്സ് മാറി. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് പോവാണ്. എൻ്റെ ഇവിടെ അടുത്തുള്ള മോളിലും അവൾ ഫുഡൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇനി അവളെ പോയി കാണണം. എന്നിട്ട് അവിടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ മോളിലൊക്കെ പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്നിട്ട് പോയി ഡൗൺ ടൗണൊക്കെ പോയിട്ട് തിരിച്ച് റൂമിൽ വരെ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും തിരിച്ച് വീട്ടിൽ പോകണില്ല. ഇനി എന്തായാലും നാളെ വീട്ടിൽ പോകണേ. അങ്ങനെ എൻ്റെ ഫൈനലെടുത്തേ എൻ്റെ കൂട്ടുകാരി കണ്ട കൂട്ടുകാരി ഹായ് പറയൂ. ഗായ്സ്, അങ്ങനെ ഇവിടെ നേരം പരപരാന്ന് പളർന്നു. അതെ, രാവിലെയായി. രാവിലെ ഒരു 10 മണിയായി. ഇവിടെ 10:15. ഞാൻ ഒന്ന് ഉറങ്ങിയെണീറ്റപ്പോൾ നേരം വൈകി. എനിക്ക് ഇന്നലെ രാത്രി വരെയൊക്കെ ഉറങ്ങാൻ വരണ്ടായില്ല. ഇനി ഇന്നലെ രാത്രി വെയിലത്തെ കൂടെ, ഇന്നലെ വൈകുന്നേരം വെയിലത്തെ കൂടെ കുറേ നടന്നു. അങ്ങനെ തൊണ്ട ഇതായതാണ്, എനിക്കറിയില്ല. ഇവിടെ ഒരു മാഗ്നറ്റിക് ഹില്ല് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. നമ്മുടെ മാഗ്നറ്റിക് ഹില്ലും പിന്നെ ഇവിടെ ഒരു ഞാൻ പല്ലേക്കട്ടെ, പല്ലിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് പുറത്തത്തെ കാഴ്ച. ഞാനങ്ങനെ ഒരു ചായ ഉണ്ടാക്കി. നോട്ട് ബാഡ് എന്ന് ഞാൻ പറയുള്ളൂ. പക്ക ആ ഒരു പാലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ റെഡിയായി. ഇനി നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റു, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 3 മണിയായി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് ഞാൻ മാഗ്നറ്റിക് ഹിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, അത് കാണാൻ പോവാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. എനിക്കറിയില്ല അവിടെ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എന്തോ സൂം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തായിട്ട് അവിടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ 3 മണി കഴിഞ്ഞ് സൺഡേ ആയതുകൊണ്ട് എപ്പോൾ ക്ലോസ് ചെയ്യുന്ന അറിയില്ല. പക്ഷേ മാഗ്നറ്റിക് ഹില്ലിൽ എപ്പോഴും കയറാമെന്നാണ് കേട്ടത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് നോക്കാം എന്താ ഏതാന്നൊക്കെ. ഓക്കെ. Good? Yeah. You guys know what to do or? No. Okay, so you're gonna go down the right-hand side. Okay. You're gonna go all the way down to about halfway. Okay. On your left, you're gonna see a white post. Okay. Once you get to the white post, you're gonna merge onto the left lane or beside it. You're gonna put your vehicle in neutral, and just like that, it should back you up all the way to the top of the hill, all by itself. No gas, no brakes, nothing.
Any questions? Have fun. നമ്മൾ മാഗ്നറ്റിക് ഹില്ലിലെത്തി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ ഒരു കയറ്റമാണ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കയറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കയറ്റം. അപ്പോൾ ഈ വെള്ള പോസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് വണ്ടി ന്യൂട്രലാക്കി കഴിയുമ്പോൾ മാഗ്നറ്റിക് ഇതുകൊണ്ട് വണ്ടി ഇങ്ങനെ റിവേഴ്സ് തന്നെ പോകുന്നതാണ് പറയണത്. ഇപ്പോൾ നമ്മൾ ബ്രേക്കുമേ നിന്ന് കാലെടുത്ത് തന്നെ ന്യൂട്രലാക്കി ഇട്ടിട്ട് ബ്രേക്കുമേ നിന്ന് കാലെടുത്ത് അതങ്ങനെ പോകുന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ അവർ ന്യൂട്രലാക്കാൻ പോവാണ് വണ്ടി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു. ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങുന്ന വീഡിയോ എടുക്കാണ്ടോ. അപ്പോൾ ഇത് കയറ്റം ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൈയുണ്ട് ഈ പോസ്റ്റ് ഇവിടെ തൊട്ട് പിന്നെ ഒരു കയറ്റം. പക്ഷേ അവിടം വരെ വണ്ടി പോകുന്നതാണ് പറയുന്നത് മാഗ്നറ്റിൻ്റെ ഒരു ഇതുകൊണ്ട്. എന്താ സംഭവം എന്നല്ല. അപ്പോൾ ഇതാണ് ഒരു മാഗ്നറ്റിക് ഹില്ലെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു. ഇപ്പോൾ അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് ന്യൂട്രലിലിട്ട് അവർ ന്യൂട്രലിലിട്ടിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കും അതേ വണ്ടി തന്നെ പോണേ. അവരൊന്നും ചെയ്യണില്ല. ഇത് പറയണത് വണ്ടി തന്നെ പോകുന്ന പറയണേ. കണ്ടോ മാഗ്നറ്റിക് ഇതും കൊണ്ട് തന്നെ വണ്ടി പോകാന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റിയറിങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാൽ മതി. തന്നെ വണ്ടി പോകും. കാരണം ഇത് അവിടെ ഒരു കയറ്റമാണ്. ആക്ച്വലി അവിടെ ഒരു കയറ്റമാണ്. പക്ഷെ ആ കയറ്റം പോലും വണ്ടി പോവാ. കണ്ടോ ന്യൂട്രലിൽ കിടക്കണ വണ്ടി പോവാ. കൊള്ളാം. ഇത് കൈൻഡ് ഓഫ് ഇല്യൂഷൻ ആണോ ശരിക്കുള്ളതാണെന്ന് അറിയില്ല. കാരണം ഇത് ആൻറ്റിഗ്രാവിറ്റി സംഭവമൊക്കെയാണ്. ബട്ട് സ്റ്റിൽ അറിയത്തില്ല. ഇത് ഭയങ്കര പോപ്പുലർ പ്ലേസ് ആണ്. ന്യൂ ബ്രോൺസിക്കിൽ മോങ്ടണിലുള്ള മാഗ്നറ്റിക് ഹിൽ എന്ന് പറയുന്ന സംഭവമാണ്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലിങ്കിൽ ഇടാം. അപ്പോൾ ഒരു എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. ഇതിനെക്കുറിച്ച് എനിക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിയത്തില്ല. ഇതിപ്പോൾ വണ്ടി അവർ പക്ക ഓടിച്ചു വരുന്നു. ഇത് 90 ഹില്ലല്ല കേട്ടോ. ഇത് മാൻ പവറും വണ്ടിയുടെ പവറുമാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഹില്ല്. ഇവിടെ വൺ ഓഫ് ദി വണ്ടേഴ്സ് ഗായ്സ്. അങ്ങനെ ഞങ്ങളിപ്പോൾ മാഗ്നറ്റിക് ഹില്ലിൻ്റെ ഇവിടെ വന്നു. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞൊരു സെറ്റിൽ മാഗ്നറ്റിക് ഹില്ലുണ്ട്. ഇവിടെ ഒരു വാട്ടർ ബേസ്ഡ് തീം പാർക്ക് വാട്ടർ തീം പാർക്ക് ഉണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ കാണാനൊക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലേസും കൂടെയാണ്. ഇവിടെ എന്തോ മാഗ്നറ്റിക് ഹില്ലിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്നിട്ടാണ്. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക്കിൻ്റെ പടവും ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ളത്. ഹൗ ദ റോഡ് അപ്പിയേഴ്സ്. ശരിക്കും നമുക്ക് ഇങ്ങനെയാണ് കാണണം. നമ്മളിവിടെ നിന്നാണ് വരണത്. ഈ വെള്ള സ്പോട്ടിൽ എത്തിയിട്ട് നമ്മൾ ന്യൂട്രൽ ഇട്ടുമ്പോൾ വണ്ടി ഇങ്ങനെ പോണ പോലെ തോന്നും. അതായത് ഇറക്കത്തിലേക്ക് പോണതാണ്. പക്ഷേ ആക്ച്വലി അതൊരു കയറ്റമാണ്. നമ്മൾ ഇറക്കത്തിലേക്ക് പോണ പോലെ നമുക്ക് തോന്നും. ആക്ച്വലി അതൊരു കയറ്റമാണ്. ഇതാണ് ശരിക്കും റോഡ്. പക്ഷേ ഇവിടെ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യുക. നമുക്കതിൽ ഇരുന്നാലും അത് നമുക്ക് ഒട്ടും വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇവർ പിക്ചറായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ. നല്ല പെയിൻറ്റിങ് ഒക്കെ ഉണ്ടോ. നല്ല നല്ല കളർഫുൾ ബിൽഡിങ്സിലെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടൊക്കെയുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. ഇന്ന് സൺഡേ, നല്ല സണ്ണി ഡേ ആണ് സൺഡേ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ജസ്റ്റ് ഒരു കോഫി ഐസ്ക്രീം പാർലറൊക്കെ പോലെ ഇതിൻ്റെ ഉള്ളിൽ നല്ലതാണ്. ഇവിടെ ഞാൻ എന്താ നോക്കട്ടെ. ഇവിടെ ഒരു ജസ്റ്റ് ഒരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. വാർഫ് വില്ലേജ് റെസ്റ്റോറൻറ്റ്. അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ മാത്രമല്ല. എൻ്റെ ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആള് എന്നെയും കാത്തിരിക്കുക. എന്താണ് ഇല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്? മാഗ്നറ്റിക് ഹില്ലിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചോദിക്കുന്നതിന്റെ കാരണം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ശരിക്കും അതൊരു ഇല്യൂഷനാണ്, നമുക്ക് തോന്നുന്നതാണ്. അത് ശരിക്കും ഒരു കയറ്റമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് കയറ്റമല്ല, അതൊരു ഇറക്കമാണ് ആക്ച്വലി. ഇപ്പം നമ്മുടെ കണ്ണിന്റെ വിഷന്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പം ഞങ്ങൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതെ, ചേച്ചി ഇവിടെ ഇപ്പൊ ന്യൂ ബ്രൺസിക്കിലാണ്. അപ്പൊ ചേച്ചിയാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. നല്ലതാണ്. പിന്നെ എല്ലാവരും ഒരു ഇതുണ്ടെങ്കിൽ ഇതിനൊരു ഇതുള്ളൂ. പിന്നെ ചേച്ചിക്ക് പോയി കൂടുതൽ എന്തിനും പറയാനുണ്ടോ? ഇല്ലില്ല, കൂടുതലൊന്നും പറയാം. മൂസിന്റെ കൊമ്പ്. മൂസ് എന്ന ആനിമലിന്റെ കൊമ്പാണത്. എന്തോ പറയത്തില്ലേ നമ്മളിങ്ങനെ ഇത് ചെയ്ത് വെക്കണേനെ, എന്തൊരു പേര് പറയത്തില്ലേ? ഈ ഇതുപോലെ ആസ്തിക്കൂടും തല എങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന എന്തൊരു പേര് അറിയണവർ കമന്റ് തരോ? കുഞ്ഞു കുഞ്ഞു താറാവുകൾ. ഓഹോയ് ഓഹോയ്. ഓ, ഇതാണ് ഇലക്ട്രിക് ബോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഈ പിള്ളേർ അവിടെ ചെയ്യണുണ്ടോ?
എന്നുവെച്ചാൽ അവർക്ക് കൺട്രോൾ ചെയ്യാം ഈ ഇലക്ട്രിക് ബോട്ടിന്. അപ്പോൾ ഇവിടെ വന്നിട്ട് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോയിനിട്ട് നമുക്ക് കളിക്കണം. നമ്മൾ ഈ കസിനോയിലും അവിടെ ഇവിടെ നമ്മൾ ഓരോ ഗെയിംസ് ഒക്കെ കളിക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെ ഇത് പിള്ളേർക്ക് ഉള്ളൊരു ഗെയിമാണ്. അവർ കോയിൻ ഇൻസേർട്ട് ചെയ്യുക, അതനുസരിച്ചിട്ട് നമുക്ക് ഈ ബോട്ടിനെ ഇങ്ങനെ ഓടിക്കാം. വാട്ടർ പാർക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്താലേ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ കാശ് കൊടുത്തത് മുതലിക്കാനുള്ള സമയം ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ കാണിച്ചു തരാം. അങ്ങനെ കുറേ പേരൊക്കെ ഇവിടെ ഇങ്ങനെ സൺബാത്തിന് കിടക്കുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ നാട്ടിലുള്ള പോലെ വണ്ടർലയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല നാട്ടിൽ. നമ്മുടെ അതുപോലത്തെ വാട്ടർ തീം പാർക്കാണിത്, പക്ക വാട്ടർ തീം പാർക്കാണ്. നല്ല രസമുണ്ട്. കൂടുതലും പിള്ളേരുകളാട്ടോ കൂടുതലും. അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വാട്ടർ പാർക്കൊന്നും അല്ല ഇവിടുത്തെ, പെർമനൻറ്റ് വാട്ടർ പാർക്കൊന്നും അല്ല. ഇത് സമ്മർ ആയതുകൊണ്ട് അവരിങ്ങനെ ഓരോ ആൾക്കാരുകളിങ്ങനെ ഇവിടെ സമ്മറിൽ ഇവർ ഇത് ശരിക്കും ഒരു മൗണ്ടെയിനാണ്, അവിടെ ഒരു പാർക്കാണ്, ഒരു പബ്ലിക് ഗാർഡൻ. അവിടെ അവരിങ്ങനെ സെറ്റ് ഇട്ടേക്കണം പോലെ ആക്കിയേക്കുന്നതാണ്. ഇവിടുത്തെ കുറേ കൊള്ളാല്ലേ, കുറേ പേര് നിങ്ങൾക്ക് തീർത്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിൻ്റെ അകത്ത് കയറി ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ പൈസ കൊടുത്ത് കയറി എല്ലാം എക്സ്പ്ലോർ ചെയ്തതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അതിനുള്ള സമയമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ സമ്മർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇത് മോങ്ടണിൽ സിറ്റി തന്നെ, അവിടെ തന്നെ മോങ്ടൺ എക്സാക്ട് സിറ്റിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളിലേക്കുള്ളൂ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങള് നമ്മളെന്താണ്ടേ ഇതിൽ മാഗ്നറ്റിക് ഹില്ലിൽ പോയി മാഗ്നറ്റിക് ഹിൽ എക്സ്പീരിയൻസ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു മോളിലേക്കാണ്, ഷാംപ്ലെയിൻ മോൾ. മോളിലേക്ക് നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. ഞങ്ങളിവിടെ മാഗ്നറ്റിക് ഹില്ല് കണ്ടു, പിന്നെ വാട്ടർ പാർക്ക് കണ്ടു. ടിക്കറ്റ് എടുത്ത് കയറിയാൽ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഡ്രസ്സും ഇല്ല, അതും ശരിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, എല്ലാവർക്കും ബിക്കിനിയാണ്, നമുക്ക് മാത്രം ബിക്കിനി. അത് നമുക്ക് മാത്രം ബിക്കിനില്ല. നമ്മൾ ജീൻസും ടോപ്പൊക്കെ ഇട്ട് കണ്ണാടിയും വെച്ച് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, എന്തായാലും പോകണുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഈ വീഗാലാൻഡും വണ്ടറിലൊക്കെ കണ്ടു വളർന്ന നമുക്ക് ഒന്നുമല്ല മലയാളിയുടെ. അത് ഇവിടെ വാട്ടർ പാർക്ക് കണ്ടപ്പോ ഓരോരുത്തരും ഓരോ തീരുമാനം എടുത്തു. ഇനി തൊട്ട് ശരീരം ശരിയാക്കും. കാരണം ഇവിടെ കനേഡിയൻസ് എല്ലാവരും അവര് നല്ല കുറച്ചുകൂടി ബോഡി ഒക്കെ കോൺഷ്യസ് ആണല്ലോ. അപ്പൊ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവര് സമ്മർ എൻജോയ് ചെയ്യണം. അവര് ടാൻ വരുത്തിക്കുവാണ്, അവര് കഷ്ടപ്പെട്ട് ടാൻ വരുത്തിക്കണം. ഇവിടെ ഇന്ത്യൻസിന്റെ ഒക്കെ ജന്മന ടാൻ കിട്ടിയേക്കണോണ്ട് കുഴപ്പമില്ല. ബൈ, അടുത്ത പ്രാവശ്യം കാണാട്ടാ. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരമായി. ഞങ്ങൾ മാഗ്നറ്റിക് ഹില്ല് കണ്ടു, വാട്ടർ തീം പാർക്ക് കണ്ടു, പിന്നെ ഞങ്ങൾ മുകളിൽ പോകാമെന്ന് ഓർത്തു. പക്ഷെ അത് ചെന്നപ്പോഴത്തേനും ക്ലോസ് ആക്കി, സൺഡേ ആയതുകൊണ്ട്. അപ്പം ഫ്രണ്ടിനെയൊക്കെ കണ്ടു, പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി, കുറേ വർത്താനൊക്കെ പറഞ്ഞു, ഒന്ന് റിലാക്സ്ഡ് ആയി. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ട്രിപ്പിൽ യാത്ര പോവാ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ലതായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. പിന്നെയും ഞാൻ പോവും, നിങ്ങളും ഇതുപോലെ ഇനി പോകണം. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്, വൈകുന്നേരമായി, ഞായറാഴ്ച വൈകുന്നേരമായി വീട്ടിൽ പോകണം. അപ്പം ഇവിടെ ഒരു സംഭവമാണ്, നമുക്ക് ഈ റൈഡ് അവൈലബിൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകണമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൽ റൈഡ് അവൈലബിൾ എന്ന് പറഞ്ഞൊക്കെ ഇടും. അപ്പം അങ്ങനെയാണ് ഞാൻ പോകണത്. എനിക്കൊരു റൈഡ് കിട്ടി, മോങ്ടണിൽ നിന്ന് ഹാലിഫാക്സ് വരെ ഒരു റൈഡ് കിട്ടി. ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാൻ പോണത്. അപ്പോൾ അങ്ങനെ ഞാൻ പോവാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ എൻ്റെ സോളോ ട്രിപ്പ് കഴിഞ്ഞു. പുതിയ ട്രിപ്പുകളൊക്കെ കാണാൻ പറ്റിയ. അപ്പോൾ ഓക്കെ, ബൈ.